ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരങ്ങളിൽ ഒരാളാണ് സ്വാതി നിത്യാനന്ദ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയായിരുന്നു താരം ഇതുവരെ അവതരിപ്പിച്ചത്. സ്വാതി പ്രണയത്തിലാണോ എന്നായിരുന്നു അടുത്തിടെ ഉയർന്ന ചോദ്യങ്ങൾ. ക്യാമറാമാനായ വിഷ്ണുവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയും വൈറലായിരുന്നു. അഭിനേത്രിയായ അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു. അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിഷ്ണുവും സ്വാതിയും പ്രണയത്തിലാണോ എന്ന ഇപ്പോഴത്തെ ചോദ്യത്തിനോടൊന്നും ഇരുവരും പ്രതികരിച്ചിട്ടില്ല. ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി സ്വാതി പങ്കിട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഭ്രമണം എന്ന പരമ്പരയിലൂടെയായിരുന്നു സ്വാതി ശ്രദ്ധിക്കപ്പെടുന്നത്. ഹരിതയായി താരം ജീവിക്കുകയായിരുന്നു. തുടക്കത്തിൽ നെഗറ്റീവായിരുന്നെങ്കിലും പിന്നീട് പോസിറ്റീവായി മാറിയിരുന്നു ഈ ക്യാരക്ടർ. താനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ക്യാരക്ടറാണ്. ഒരുപാട് സീനിയർ അഭിനേതാക്കളുണ്ടായിരുന്നു പരമ്പരയിൽ. അവരുടെ പിന്തുണ മറക്കാനാവില്ല. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും സ്വാതി വ്യക്തമാക്കിയിരുന്നു. ഈ പരമ്പര ജീവിതത്തിലും കരിയറിലും വഴിത്തിരിവായി മാറുകയും ചെയ്തു. ഭ്രമണത്തിൻ്റെ ക്യാമറാമാനായിരുന്നു പ്രതീക്ഷ്. സ്വാതിയും പ്രതീഷും പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളായി മാറിയത്. വൈകാതെ തന്നെ ആ ബന്ധം വിവാഹത്തിലെത്തുകയായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല ഇവരൊന്നിച്ചത്. ഇനിയുള്ള ലൈഫ് അദ്ദേഹത്തിനൊപ്പമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഡിസിഷൻ. വിവാഹശേഷവും താരം അഭിനയ മേഖലയിൽ സജീവമായിരുന്നു. ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നും പ്രതീഷ് പറഞ്ഞിരുന്നു. പ്രണയവിവാഹങ്ങൾ ചിലപ്പോഴൊക്കെ വേർപിരിയലിലേക്ക് നയിക്കാറുണ്ട്. വിചാരിച്ച പോലെയല്ല പോകുന്നതെങ്കിൽ വേർപിരിയലാണ് നല്ലതെന്നാണ് അതിലൂടെ കടന്നുപോയവരുടെ അനുഭവ സാക്ഷ്യം. പ്രതീഷും സ്വാതിയും വേർപിരിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇടക്കാലത്ത് പുറത്തു വന്നത്. സ്വാതിയോ പ്രതീഷോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. സ്വാതിയും വിഷ്ണുവും അടുത്തിടെയായിരുന്നു ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പങ്കുവെച്ച് തുടങ്ങിയത്. ഷൊട്ടു എന്നാണ് വിളിക്കുന്നതെന്ന് ഇടയ്ക്ക് ഇരുവരും പറഞ്ഞിരുന്നു. അടുത്തിടെ ഇരുവരും ഗുരുവായൂരിലേക്ക് പോയിരുന്നു. വീണ്ടും വീണ്ടും ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ നിനക്ക് ഇത് ഇനിയും മതിയായില്ലേ എന്നായിരുന്നു വിഷ്ണുവിൻ്റെ ചോദ്യം. സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടുള്ള വീഡിയോ ആയിരുന്നു സ്വാതി അന്ന് പങ്കുവെച്ചത്. വിവാഹം നടത്താനായിരുന്നു ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോയിരുന്നതെന്നായിരുന്നു ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഈ ചോദ്യങ്ങളോടും ഇരുവരും പ്രതികരിച്ചില്ല. പട്ടുസാരിയായിരുന്നു സ്വാതിയുടെ വേഷം. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഇരുവരും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല.